അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വോട്ടുകൾ കുറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം. ഇപ്പോൾ ഒരു UDF വോട്ടറെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. ഒരു UDF അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. ഒരു നിഷ്പക്ഷ ജനതയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഈ ഭരണകൂടങ്ങളോടുള്ള പ്രതിഷേധം ഇതൊക്കെ രേഖപ്പെടുത്താനാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ LDF വോട്ടറെ സംബന്ധിച്ചിടത്തോളമോ BJP വോട്ടറെ സംബന്ധിച്ചിടത്തോളമോ പെൻഷൻ പോലും കൊടുക്കാത്തതിൽ ഉള്ള പ്രതിഷേധമുള്ളവർക്ക് മാറി ചിന്തിക്കാൻ മടിയാണെങ്കിൽ ചിലപ്പോൾ വിട്ടുനിൽക്കാം. BJPയുടെ മുഴുവൻ വാഗ്ദാനങ്ങളും ഇപ്പോൾ അവസാന നാളുകളിലൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിന്നിപ്പോൾ നടത്തിയ പ്രസംഗമൊക്കെ എത്രത്തോളം അപകടകരമാണ്. അപ്പോൾ ഒന്നും വേറെ ജനങ്ങളോട് പറയാനില്ലാത്തതിൻ്റെ പേരിൽ ഈ ഡിവിഷൻ ഉണ്ടാക്കാൻ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് തന്നെ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ആർക്കെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യമായിരുന്നു കൂടുതൽ. ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി ഇരുന്നിട്ടില്ല. ഇപ്പം ഇന്നലെ രാത്രി 11:41 അത് തീർന്നത്. ഇപ്പോൾ സ്ട്രോങ് റൂമിൽ നിന്ന് 3 മണിക്കാണല്ല 11:43, 2 മിനിറ്റ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. 11:43 അത് തീർന്നത്. ഇന്ന് സ്ട്രോങ് റൂമിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചിട്ട് രാവിലെയാണ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് വീട്ടിൽ വന്ന് ഫ്രഷായി പോയത് പോലും. അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, അത് കിട്ടൂലല്ലോ. അല്ല, ആരാ എനിക്ക് വേണ്ടി എത്താത്ത പ്രധാനപ്പെട്ട നേതാവ്? പ്രത്യേക സംഘമാണ് ഷാഫിയുടെ പ്രചാരണം നയിച്ചത്. മുതിർന്ന നേതാക്കൾക്ക് അതിൽ ഇടപെടാൻ സാധിച്ചില്ല. ആ പ്രചാരണം നടത്തിയ വിഭാഗത്തെ എന്ത് പേര് വിളിക്കണമെന്ന് പറയാനാകില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി മോഹൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ചെയർമാനായിരുന്ന പാറക്കൽ അബ്ദുള്ള അദ്ദേഹം 18 വയസ്സുകാരനല്ലല്ലോ, അത്യാവശ്യം മുതിർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട N വേണുചേട്ടൻ, ബാലനാരായണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ, മുതിർന്നു എന്ന് പറഞ്ഞാൽ പ്രവീൺ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ KK രമ, പിന്നെ ഇതിൻ്റെ എല്ലാം സീനിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുടക്കം മുതൽ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും സജീവമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഇൻവോൾവ് ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ്. മറ്റേ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ പലപ്പോഴും അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് യോഗത്തിലും മറ്റൊന്നും നിങ്ങൾ റെഗുലറായിട്ട് പിന്നെ അദ്ദേഹം വളരെ ചൂസി ആയിട്ടുള്ള പരിപാടികളിലാണ് പങ്കെടുത്തിരുന്നത്. പക്ഷേ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസങ്ങളിൽ അദ്ദേഹം വെറുതെ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ ജില്ലയിലോ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലോ മാറി നിന്ന ഒരാളുടെ പേര് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ഇത്ര സിങ്കായി അസ്വാരസ്യങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിന് ഞാൻ നേരിട്ട ഒരു അനുഭവം എനിക്കിതിന് മുമ്പ് 3 തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല. ഞാൻ മത്സരിച്ച് ജയിച്ച, ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാലക്കാട് പോലും ഇത്ര സ്മൂത്തായി, അതായത് 3 പാർട്ടികളാണ് പ്രധാനമായും, കോൺഗ്രസും ലീഗും RMP ഉൾപ്പെടെ, ഇത്ര സ്മൂത്തും സിങ്കായി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്ന ഒരു അനുഭവം എനിക്കില്ല. സ്ഥാനാർത്ഥിക്ക് ഒരു സ്ട്രെസ്സും തരാതെയാണ് അവർ കാര്യങ്ങൾ മുഴുവൻ നയിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധി വന്നപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് പോലും അതിൻ്റെ പരിഭാഷയുടെ അവസരം പോലും മുന്നണി എന്നെയാണ് ഏൽപ്പിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും വന്നൊന്ന് കൈവീശി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ പരിഭാഷയുടെ അവസരം പോലും എനിക്കാണ് മുന്നണി തന്നത്. ഇവിടെ DK ശിവകുമാറിനെ പോലുള്ള നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ച് നാദാപുരത്തൊക്കെ അന്നത്തെ പ്രോഗ്രാം കണ്ടവരാണ് നിങ്ങളെല്ലാവരും. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഇവിടെ പരിപാടികളുണ്ടായി. കൂത്തുപറമ്പിൽ ഇഷ്യൂ വരെ പ്രതിപക്ഷ നേതാവ് വന്ന് സ്ഥാനാർത്ഥി പോലും ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്, ഇവിടെ അവലോകനത്തിന് വന്നതും നിങ്ങൾ കണ്ടു. കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ 2, 3, 4 തവണ ഇവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കണ്ടു. ഇതൊന്നും അല്ലാതെ ഇനിയിപ്പോൾ ഐക്യരാഷ്ട്രസഭയെന്നോ അമേരിക്കയെന്നോ ആരെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയിട്ട് ഇതൊക്കെയാണ് UDFൻ്റെ നേതാക്കന്മാർ. അവരൊന്നും ഇവിടെ പ്രചരണത്തിൽ വന്നില്ല. പിന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച സംഘം എന്ന് പറയുന്നത് വടകരയിലെ ജനതയാണ്. നിങ്ങൾ വടകരയിൽ കണ്ട സംഘം
നിങ്ങൾ തലശ്ശേരിയിൽ കണ്ട സംഘം അത് വടകരയിലെ ജനതയാണ്. അവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നുള്ളത് മോനമാഷ് തീരുമാനിച്ചോട്ടെ. ഇനി ജയരാജൻ വിളിച്ച പോലെ വനിതകളെ വെണ്ണപ്പാളി എന്നൊക്കെ വിളിച്ച പോലെ ഇവിടെ പുരുഷന്മാർക്ക് അതുപോലത്തെ വല്ല പേരുകൾ ഇടാണ്ടെങ്കിൽ ഇട്ടോട്ടെ. പക്ഷെ ആ സംഘം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. വടകരയിലെ ജനത എന്ന സംഘം ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ഞാൻ കലാശക്കൊട്ട് കഴിഞ്ഞിട്ട് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയ വരികളാണ്. ഞാനതിൽ പറഞ്ഞത് ഒരു ജനസഞ്ചയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ സംഘത്തെ വിളിക്കുന്നത് ജനാധിപത്യ ബോധമുള്ളവർ, മതേതരവാദികൾ, നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ. ഈ 3 ടൈറ്റിലുമാണ് വടകരയിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി മോനമാഷ്ക്ക് വേറെ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുത്തോട്ടെ. ഒരു വരി കൂടി, എന്നെ ധാർമ്മികത പഠിപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വളരെ അടുപ്പമുള്ളവർ നവമാധ്യമങ്ങളിൽ കുറിച്ചിട്ട വാക്കുകളെ സംബന്ധിച്ച് ഒരാത്മപരിശോധന നടത്താൻ അവരോട് ആവശ്യപ്പെടാനുള്ള ആർജവും പരസ്യമായിട്ട് വേണ്ട, ഒരു അടച്ചിട്ട മുറിയിലെങ്കിലും ആ വരികളിലെ വിദ്വേഷവും ആ വരികളിലെ വിഭാഗീയ അജണ്ടകളെ വ്യാജമായ സ്ക്രീൻഷോട്ടുകൾ നവമാധ്യമങ്ങളിലൂടെ ഉത്തരവാദിത്വപ്പെട്ടവർ പ്രചരിപ്പിക്കുമ്പോൾ അരുതെന്ന് പറയാനുള്ളൊരു ധാർമ്മികത കാണിക്കണമായിരുന്നു. അതിന് പകരം അതിനൊക്കെ നേരെ നോക്കി കണ്ണടച്ചിട്ട് എനിക്ക് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ധാർമ്മികതക്ക് ക്ലാസ് എടുക്കൽ മാത്രം ശീലമാക്കിയതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.